ഇന്ന് വളരെ കൗതുകകരമായൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ശ്രീമാൻ പിണറായി വിജയനായിരിക്കും. കാരണം പിണറായി വിജയൻ്റെയും ഇവിടുത്തെ ചെഗുവേര ഭക്തന്മാരായ ആഷോ തുടങ്ങിയ രാജേഷ്, രാജീവ് തുടങ്ങിയവരുടെ എല്ലാ ആരാധനാപാത്രമായ കിം ജോങ് ഉൻ, ഉത്തര കൊറിയയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനും സർവാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമി 3-4 മക്കളുണ്ട്. പക്ഷേ ഒരു മകളെ മാത്രമേ നമ്മൾ പുറത്തറിയുന്നുള്ളൂ. ഉത്തര കൊറിയയുടെ അങ്ങനെയുള്ള വേഷവിധാനം പോലും ചിലപ്പോൾ പിണറായി വിജയൻ ഗൾഫിലൊക്കെ പോകുന്ന കാണാൻ സൂട്ടും കൂട്ടും കാണുമ്പോൾ സംവാട്ട് സിമിലർ ടു കിം ജോങ്. അപ്പം അദ്ദേഹം മകളെ നോമിനിയായിട്ട് വയ്ക്കുമ്പോൾ അതുപോലെ തന്നെ ഏകശിലാ രൂപത്തിലുള്ള അവകാശിയായിട്ട് ഇവിടുത്തെ പിണറായിൻ്റെ മകളെ വയ്ക്കുക നാളൊരു മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള അവസരങ്ങളില്ലേ? ഉറപ്പായിട്ടും നമ്മളത് ഇപ്പോൾ ഈ കിം ജോങ് ഉന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിലും കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു പ്രഖ്യാപനം ഇന്ന് വന്നു സാർ പറയുന്നു. പക്ഷെ ഇതിന് മുന്നേ തന്നെയുള്ള പ്രവർത്തനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്തര കൊറിയയിൽ ഈ കിം ജു എ എന്ന് പറയുന്ന ഈ മകളുടെ ഒരു ആ ഒരു പ്രസൻസ് ഒരുപാട് ഭരണകാര്യങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവിടെ പിന്തുടർച്ചാവകാശിയായിട്ട് ആ മകളെ വെക്കുകയല്ല ചെയ്തത്. കുറച്ച് നാളുകളായിട്ട് കൃത്യമായിട്ടും അവരെ ആ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ അവരെ ആ ഒരു ഭരണകാര്യങ്ങളിലേക്ക് ഇയാള് ഇടപെടുത്തുന്നുണ്ടായിരുന്നു. അവരുടെ പേര് കുറച്ചും കൂടി ഒന്ന് പോപ്പുലർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് കൃത്യമായ ഇടപെടലുകൾ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ദിവസത്തെ ഒരു സുപ്രഭാതത്തിലെ ഒരു വലിയ പ്രഖ്യാപനമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ല. അപ്പം കൃത്യമായും രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ടല്ലോ. ഈ സെയിം കളികൾ തന്നെ ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ പാർട്ടികളിലും കുറേശ്ശേ ഉണ്ട്. ഉദാഹരണം നമുക്ക് ഇന്ദിരാഗാന്ധിയെ തുടങ്ങാം. നെഹ്റുവിൻ്റെ മോളായിരുന്നു. നെഹ്റു പോകുന്നിടത്തെല്ലാം ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോയ എല്ലായിടത്തും പ്രസൻസ്, ഇന്ദിരാഗാന്ധിയുടെ പ്രസൻസ്, ഹിന്ദു കുറെ കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു, ഹിന്ദുവിൻ്റെ പ്രസൻസ് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും അറിയായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. ഗ്രാജുവലി ഇവർ ഒരു പവർ ഇതാവുകയാണ്, പവർ സെൻ്റർ ആവുകയാണ്. ഈ കിം ജോങ്ങിൻ്റെ അവിടുത്തെ ഉത്തര കൊറിയയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എതിർപ്പില്ല, മിണ്ടാൻ പാടില്ല. ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം തീരുമാനമെടുത്താൽ വേറെ മക്കൾ ഞങ്ങൾക്കുണ്ട്, പക്ഷെ ലോകം അറിയുന്ന ഈ കൊച്ചിനെ മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ ഇവരെ പിടിച്ച് നോമിനിയാക്കിയാൽ ഓട്ടോമാറ്റിക്കലി ഇൻവേരിയബിളി ഷി വിൽ ബി ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആഫ്റ്റർ ദ ഡെമീസ് ഓഫ് കിം ജോങ്. അപ്പോൾ ഇവിടെ കേരളത്തിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയന് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഭംഗിയായ അവസരമാണ്. കാരണം ഈ ഇലക്ഷന് തോക്കാൻ പോവാം, ദയനീയമായിട്ട് തോക്കാൻ പോവാണ്. അത് വീണാ വിജയൻ്റെ ഭർത്താവ് ഉൾപ്പെടെ തോക്കും. ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു തിരിച്ചുവരവ് ഒരിക്കലും പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ സാധ്യമല്ല. പിന്നെ ഓൾട്ടർനേറ്റീവ് എന്താണ്? ശൈലജ ടീച്ചറെ കൊണ്ടുവന്ന് പകരമായിട്ട് മുമ്പോട്ട് വയ്ക്കുന്ന ആൾക്കാരും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ പിണറായി വിജയനെ മാറ്റി ശൈലജ ടീച്ചറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ രംഗത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള വാദം പാർട്ടിക്കകത്ത് ശക്തമാകും. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ആരെ കൊണ്ടുവരും? വീണാ വിജയനെ മേ ബി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം വീണാ വിജയൻ എന്താ കുഴപ്പമെന്താ? നന്നായിട്ട് ഒരു കമ്പനി മാനേജ്, എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി മാനേജ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്വന്തമായിട്ടൊരു അഡ്രസ് ഇല്ല, അത് വേറെ കാര്യം. അഡ്രസ് എന്ന് പറയാൻ വേണ്ട, എക്സാലോജിക്കിന്റെ അഡ്രസ് പോലെ AKG സെന്റർ ആയിരുന്നു സർ. അത് മതി. അത് ഉപയോഗിക്കാനുള്ള കവറ് കിട്ടിയില്ലേ? AKG സെന്ററിനെ തൻ്റെ ഉള്ളം കയ്യിൽ നിർത്തി തൻ്റെ സ്വകാര്യമായ കമ്പനിയുടെ അഡ്രസ്സ് അവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അത് ചെറിയ കാര്യമല്ല. അത് നമ്മളെ പാർട്ടിക്കകത്തുള്ളവർക്കും ഈ കേരളത്തിലെ ജനങ്ങൾക്കും നട്ടലില്ലാത്തോണ്ടാന്ന് ഞാൻ പറയുള്ളൂ. അല്ല, അങ്ങനെ അതിനൊക്കെ കഷ്ടം ഉത്തര കൊറിയയിലെ സ്ഥിതി. ഉത്തര കൊറിയ ആക്കരുത് കേരളത്തെ. അങ്ങനെ ആക്കാനാണ് ശ്രമിക്കുന്നത്. കേരളം ഉത്തര കൊറിയ ആക്കി കഴിഞ്ഞാൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ല പറഞ്ഞ, നമ്മളതിന്റെ ഒരു ചാൻസ് ഉണ്ടോ എന്ന് ചെറിയൊരു അവർക്ക് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ പറ്റും. ഇത്രയും ഇത്രയും വൃത്തിയായിട്ട് കക്കാനും മുക്കാനും പറ്റുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വിഷയത്തിൽ കറണ്ട് രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്യൂട്ടബിൾ പേഴ്സണാലിറ്റി ആയിരിക്കും. ആര്യ രാജേന്ദ്രനെ കാണാൻ പെട്ടെന്ന് നമ്മൾ തൊണ്ടിയോടെ പിടിക്കും. മറ്റേ PP ദിവ്യ തൊണ്ടിയോടെ നമുക്ക് മനസ്സിലായി, ഇവൾ ഇന്നതാണെന്ന് മനസ്സിലായി. പക്ഷേ വീണാ വിജയൻ വല്ലോ കട്ടിട്ടുണ്ടോ നമുക്കറിയാം. ഇത് റിയാസ് തന്നെ, ഭർത്താവായ റിയാസ് തന്നെ ഒരിക്കൽ ഒരു പോസ്റ്റിൽ, വിവാഹവാർഷികാശംസ പോസ്റ്റിൽ അദ്ദേഹം പറയണ്ടേ, പച്ചമാംസത്തിൽ കത്തി കയറ്റി ഇറക്കിയിട്ടും ചിരിച്ചുകൊണ്ട് നേരിട്ടവളാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ കീറി മുറിച്ചാലും വീണാ വിജയൻ അച്ഛൻ്റെ ആ ഒരു ചിരിയോട് ധാർഷ്ട്യത്തോടെ തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെ നിൽക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു ഉളുപ്പില്ലായ്മയുള്ള ഒരാൾക്ക് തന്നെ രാഷ്ട്രീയം പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ദിരാഗാന്ധി ജനാധിപത്യ സിസ്റ്റം ആയിരുന്നിട്ട് കൂടി ഇത്രയും വലിയ പാർട്ടി, ഇന്ത്യ മുഴുവനുള്ള പാർട്ടി, ലോകം മുഴുവൻ അറിയപ്പെടുന്ന പാർട്ടി, അവിടെ ഇന്ദിരാഗാന്ധിയെ പോലെ ഒരാളെ വളരെ പെട്ടെന്ന് കടന്നു വന്ന്, അതായത് നെഹ്റുവിൻ്റെ മരണശേഷമാണ് കടന്നു വന്ന് അധികാരം ഉറപ്പിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് പറ്റിയില്ലേ? അതാണ്
ഒരിടത്തും ഇതുവരേക്കും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് മക്കളെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും ഇറക്കിയിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാക്കളും വമ്പന്മാരായിട്ട് നിൽക്കുന്നവരാരും കൊടിയും പിടിച്ച് മക്കളെ തള്ളി വിടാറില്ല. ഒരു നേതാവ്, പ്രമുഖ നേതാവ് തന്നെ പറയുന്നുണ്ട്, ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് സഖാവ് എന്ന് പറയുന്ന വാക്കാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സഖാക്കന്മാരെല്ലാവരും മക്കളെ സഖാക്കന്മാർ തന്നെ ആക്കണ്ടേ? അവരൊക്കെ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയ വിലമതിപ്പുള്ള, അതെ, ആ പോസ്റ്റ് അതാണെന്നുണ്ടെങ്കിൽ സഖാവാക്കി തന്നെ വളർത്തിക്കൊണ്ട് വരണ്ടേ? ഇവരൊക്കെ ഇതിന് പകരം എന്തിനാണ് ഇവരൊക്കെ അവിടെ ഇവിടെയൊക്കെ അയച്ച് പഠിപ്പിക്കുന്നതും വലിയ വലിയ പൊസിഷൻസിൽ എത്തിക്കുന്നതും ഒക്കെ? അവർക്കൊക്കെ സഖാവാക്കിയാ പോരെ. പക്ഷെ അത് ഇതുവരെ കൂട്ടത്തിൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അല്ല, എപ്പോഴാണെന്നറിയോ, ഇപ്പം ഞാൻ കെ കരുണാകരനെ പറ്റി പറഞ്ഞൊരു കഥയുണ്ട്. അദ്ദേഹം മുരളിയെ രാഷ്ട്രീയത്തിൽ അടുപ്പിച്ചിട്ടില്ല, പത്മജ ഒട്ടും അടുപ്പിച്ചിട്ടില്ല. അവസാനം എന്തുകൊണ്ട് മുരളിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് ചോദിച്ചപ്പം എറണാകുളത്തിനുള്ള ഏറ്റവും പ്രമുഖനായൊരു പത്രപ്രവർത്തകരുടെ കരുണാകരൻ പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളെ പോലെ വിശ്വസിച്ച് വളർത്തിയെടുത്തപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, കാർത്തികനെ, രമേശ് ചെന്നിത്തല, വേണുഗോപാൽ, എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം എനിക്കൊരു പതനം വന്നപ്പോൾ എല്ലാവരും എന്നെ ചവിട്ടാൻ ഒരുമിച്ച് കൂടി. അങ്ങനെ അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു മനസ്സെനിക്കുണ്ടായി, അല്ല അവിശ്വസിക്കേണ്ട ഒരു മനസ്സെനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഒത്തിരി ആലോചിച്ച് ഒത്തിരി സുഹൃത്തുക്കളുമായി ഡിസ്കസ് ചെയ്തിട്ടാണ് മുരളിയെ രാഷ്ട്രീയത്തിലേക്ക്, എനിക്ക് എന്തെങ്കിലും ലെഗസി ഉണ്ടെങ്കിൽ അത് മുരളിയിൽ കൂടെ വരട്ടെ എന്ന് ഞാൻ ബോധപൂർവം വിചാരിച്ചു. വാസ് ഇറ്റ് മൈ ഫാൾട്ട്? ഇപ്പോൾ പിണറായി വിജയന് ഇപ്പോൾ എല്ലാവരും സമയം കിട്ടിയ പിണറായി വിജയനെ എപ്പോൾ വീണോ അന്ന് പുറത്ത് ഓടാൻ തുടങ്ങും. ആ ഒരു അവസരം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കാരണം തോൽവി കഴിഞ്ഞ് കുറച്ച് നാളോടെ കണ്ടിന്യൂ ചെയ്യാമല്ലോ, ഏതായാലും ഈ MLA ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുക. ധർമ്മടത്ത് തോറ്റുപോയി കളി ഒന്നും നടക്കില്ല കേട്ടോ. ധർമ്മടത്തോ ധർമ്മടത്ത് തന്നെ വേണമെങ്കിൽ മകളെ ഇറക്കി പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ വേണമെങ്കിൽ ഇല്ല ഉടനെ ഡയറക്റ്റ് ഇപ്പോഴത്തെ ഹോസ്റ്റൈൽ ടു പിണറായി വിജയൻ, ഹോസ്റ്റൈൽ ടു CPM. ആ സമയത്തേക്ക് ഡയറക്റ്റായിട്ട് നാട്ടുകാരുടെ മുമ്പിലേക്ക് വീണാ വിജയൻ ഇട്ട് കൊടുത്താൽ അവരെ കുത്തിക്കയറും. അതേസമയം ഒരു തോൽവി കഴിഞ്ഞ പാർട്ടിയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി ഇവർ മുന്നിട്ടിറങ്ങിയാൽ, വീണാ വിജയൻ മുന്നിട്ടിറങ്ങിയാൽ ഈ എറാമൂളികളെല്ലാം അവരുടെ പുറകെ പോകും. അതാണ് അതിൻ്റെ ചരിത്രം. അങ്ങനെ പഠിപ്പിക്കുന്നത് എങ്ങനെ? ആ അവസരം ഉപയോഗിച്ച് വീണാ വിജയനെ പുഷ് ചെയ്യാൻ ആർക്ക് പറ്റും? പിണറായി വിജയന് പറ്റും. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ റിയാസ് ഇപ്പറയുണ്ട്, അത്യാവശ്യം സഹായിക്കാൻ റിയാസും ഉണ്ട്. റിയാസിന് സ്വയം മുഖ്യമന്ത്രിയാകാൻ പറ്റിയില്ല, പക്ഷെ ഭാര്യയെങ്കിലും ആകും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണാ വിജയന് ഒരു ചാൻസാണ്. കാരണം ഞാൻ കാണുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതലായിട്ടും ഇപ്പോഴും കൂടുതൽ സംസാരിക്കുന്ന ഉത്തര കൊറിയയെ പറ്റിയാണ്. റഷ്യയെ പറ്റിയും ചൈനയെ പറ്റിയും എത്ര പറയുന്നില്ല. ഉത്തര കൊറിയ കിം ജുങ് ആണ് ഇവരുടെ ആരാധ്യ പുരുഷൻ. അപ്പോൾ അയാൾ ചെയ്യുന്നത് തെറ്റാന്ന് പറയാൻ പറ്റൂ? അല്ല, കിം ജുങ് ചെയ്യുന്നത് പോലെ തന്നെ മകളെ ഇപ്പൊ പല കാര്യങ്ങളിലേക്കും ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട് ഇദ്ദേഹം. അങ്ങേയറ്റം വിഴിഞ്ഞ ഇതിന്റെ ഷിപ്പിന്റെ അത്രയും രഹസ്യമായിട്ടുള്ള ചർച്ചയിൽ പോലും കൊച്ചുമകൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ ഫോട്ടോസിൽ. അതായത് ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, പിണറായി വിജയൻ കുടുംബത്തിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഒരു ഗസ്റ്റ് കാണാൻ വന്നാൽ പോലും വിളമ്പി കൊടുക്കാനും കാര്യങ്ങൾക്കുമായിട്ട് അതിഥികളെ സ്വീകരിക്കാനായിട്ട് ഭാര്യയും മക്കളും ഒരുമിച്ച് തന്നെ കാണുന്നത്. അത് ബ്രിട്ടാസ് തന്നെ തുറന്നു പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു അത്രയും രഹസ്യ മീറ്റിങ്ങുകളിലേക്ക് പോലും ഭാര്യയും മകളെയും ഒക്കെ ഉൾക്കൊള്ളിക്കുന്നത് കൃത്യമായിട്ടും ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു സംഭവം കൃത്യമായിട്ടും കണ്ടുവച്ചിട്ടുണ്ടാവണം. പിന്നെ അമിത്ഷായുമായിട്ടുള്ള പല രഹസ്യ മീറ്റിങ്ങുകളും രഹസ്യ ധാരണകളും ഇങ്ങനത്തെ ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണെങ്കിലോ ചിലപ്പോൾ BJP സപ്പോർട്ട് ചെയ്യാം, പകരം മകളെ പുഷ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ധാരണ അവരുണ്ടാക്കി എന്ന് പറഞ്ഞാലും തെറ്റ് പറയാൻ പറ്റില്ല. ബിജെപിയുടെ ഇൻഫ്ലുവൻസ് കൂടെ കാണും. പിണറായി വിജയന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക, പിണറായി വിജയന് തന്നെത്താനെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, പിണറായി വിജയൻ ഇപ്പൊ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. തൻ്റെ ഇതുവരെ അമാസ് ചെയ്തിരിക്കുന്ന, അത് പ്രസ്റ്റീജ് ആണെങ്കിലും പണമാണെങ്കിലും എന്താണെങ്കിലും അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ BJPയുടെ മുമ്പിൽ സറണ്ടർ ചെയ്തേ പറ്റൂ. അത് ചെയ്യുന്നുണ്ട് അദ്ദേഹം. രണ്ടാമത്തെ കാര്യം, ഈ തൻ്റെ ലെഗസി ആർക്കാ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല? ഇപ്പൊ MU തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ആലോചിക്കും. ഒരാൾക്കും കൊടുക്കില്ല. തനിക്ക് ശേഷം പ്രളയം എന്ന് വിചാരിക്കുന്ന ആളാണ് അതിന് ഇപ്പൊ പിണറായി വിജയൻ മുമ്പിൽ കേപ്പബിൾ ആയിട്ട് ഏത് നേതാവുണ്ട്? സുധാകരൻ, ഇവൻ മുഹമ്മദ് റിയാസിന് പോലും ആ പദവി കൊടുക്കാനുള്ള ആഗ്രഹിക്കില്ല ഒരിക്കലും. തനിക്ക് ശേഷം പ്രളയമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ. മാത്രമല്ല, പകരം ഒരാൾക്ക് വെച്ച് ഒഴിയാണെങ്കിൽ അത് മകളോട് മാത്രമായിരിക്കും സ്നേഹം. റിയാസിന് എങ്ങനെ വീണാ വിജയനെ കല്യാണം കഴിച്ച് കൊടുക്കേണ്ടി വന്നു, വിവാഹം കഴിച്ച് കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ക്രൈം ബന്ധമാണ് അറിയാം. മറ്റാർക്കും അറിയത്തില്ല, ഉറപ്പായിട്ടും അറിയാം. മറ്റാർക്കും അറിയത്തില്ല കേരളത്തിൽ. അപ്പോൾ ഇദ്ദേഹം നിർബന്ധിക്കപ്പെട്ട് വീണാ വിജയനെ റിയാസിന് കല്യാണം കഴിച്ചു കൊടുത്താണ്. അപ്പോൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ റിയാസ് ആരാവും? ആ രീതിയിലേക്ക് റിയാസിനെ കൊണ്ടുവരും.
ഉറപ്പായിട്ടും അല്ലെങ്കിൽ അതിന് ഒരിക്കലും വീണയെ ഈ ഒരു പോസ്റ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് സഖാക്കന്മാരും തന്നെ പുള്ളിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പൊ പിന്നെ സപ്പോർട്ട് കിട്ടാൻ പോണത് BJP-യുടെ ഭാഗത്തു നിന്നായിരിക്കും. റിയാസ് ആദ്യത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത ഭയം ആർക്കുണ്ട്? പിണറായി ഒരു ഭയം കിടപ്പുണ്ട്. പിണറായി വിജയനും കമലയ്ക്കും കാണും. മറിച്ച് റിയാസ് മുഖ്യമന്ത്രിയാവുകയും വീണ വിജയൻ വെറും വീട്ടുകാരിയാവുകയും ചെയ്ത ചിലപ്പം നമ്മൾ നേരെ റിവേഴ്സ് ആ പ്രോസസ്സ് ഒന്നുകൂടി ആവർത്തിക്കപ്പെടാം. ആ പേടിയും ഇയാൾക്കാണ്, പിണറായി വിജയന് കാണും. അതുകൊണ്ട് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ ക്ഷേത്രമാണ് രാഷ്ട്രീയം. അവിടെ ആരെ ഏത് കരുക്കൾ നിൽക്കുമെന്ന് അറിയത്തില്ല. കേവലം ആൾക്കരുവാണെങ്കിൽ പോലും 8 കോളം കയറി മുകളിലത്തെ കോളത്തിൽ എത്തിക്കഴിഞ്ഞാൽ മന്ത്രിയാണ്, അല്ലെ രാജാവാണ്. അത് മാത്രം ഓർത്തിരിക്കുക.